പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങളെ സാറാസ് കിച്ചണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പനീർ കൊണ്ടൊരു കട്ട്ലേറ്റ് ആണ്. നമുക്ക് അതിൻ്റെ ചേരുവകളെ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇച്ചിരി കരിയാപ്പില ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാനുള്ളത് 2 ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 പാക്കറ്റ് പനീർ ഗ്രേറ്റ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. വലിയ സ്പൂണിന് 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂണ് ഗരം മസാല, 1 സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി, ഒരു ഇച്ചിരി ഉപ്പ്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി ഞാൻ സൺഫ്ലവർ ആണ് ഉപയോഗിക്കുന്നത്. ഒരു 2 സ്പൂൺ സൺഫ്ലവർ ഒഴിക്കുക. സവാള ഇടുകയാണ്. അതിൻ്റെ കൂടെ പച്ചമുളക്, ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ്, ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് നമ്മൾ വഴറ്റാൻ പോവുകയാണ്. നല്ലപോലെ ഉള്ളിയെല്ലാം നല്ല വഴറ്റി കഴിയുമ്പോഴാണ്, നല്ലപോലെ വഴണ്ട് വരുമ്പോഴാണ് നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് പനീർ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കാം. കുറച്ച് മല്ലിയില ഇടുകയാണ്. അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചേക്കുന്ന ഇച്ചിരി കരിയാപ്പിലയും കൂടി ഇട്ടു നല്ലപോലെ മിക്സ് ചെയ്യുക. എടുത്തു വെച്ച മസാലപ്പൊടിയൊക്കെ ഇടുകയാണ്. കുരുമുളക്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇഞ്ചി പേസ്റ്റ്, നമ്മുടെ മുളക് പൊടിയൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ പുഴുങ്ങി വെച്ച ആ ഉരുളക്കിഴങ്ങാണ്. ഇനി അത് നല്ലപോലെ മിക്സ് ചെയ്ത് അങ്ങ് പൊടിക്കണം. ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ വഴറ്റി എടുത്തില്ലേ, അതിന് പനീറും എല്ലാം കൂടെ അതിനകത്തോട്ട് നമുക്കിപ്പോൾ പൊട്ടറ്റോ നല്ലപോലെ അങ്ങ് ചേർക്കുകയാണ്. നല്ലപോലെ അത് ഉടച്ചിടണം. നമ്മൾ കട്ട്ലേറ്റിൻ്റെ പരുവത്തിന് ഉരുട്ടുകയാണേ. ഉരുട്ടി നമ്മൾ മുട്ടയ്ക്കകത്തോട്ട് മുക്കി ബ്രെഡിനകത്തോട്ട് മുക്കി മാറ്റുക. മുട്ടയ്ക്കകത്ത് മുക്കുകയാണ്. പിന്നെ ഇനി ബ്രെഡിനകത്തോട്ട് മുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. സൺഫ്ലവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഓരോന്നായിട്ട് ഇടാം. നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ പരുവത്തിന് വേണം കട്ട്ലേറ്റ് എടുക്കാൻ. നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.